ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ 2 പ്രയോജനങ്ങളുണ്ട്. അതായത് നമുക്ക് ഒന്ന് മോട്ടിവേഷനും കിട്ടും, അതോടൊപ്പം തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷ് ത്രൂ മോട്ടിവേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ വിഷയം. അപ്പോൾ നമുക്ക് പഠിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നല്ലൊരു ജീവിതം നമുക്ക് ഉണ്ടാവുന്നതിന് വേണ്ടി നമ്മളോട് തന്നെ ചില സെൻറ്റൻസുകൾ എല്ലാ ദിവസവും പറയേണ്ടതാണ്. സെൻറ്റൻസസ് ടു ടെൽ യുവർ സെൽഫ്സ് എവറി ഡേ. നിങ്ങളോട് തന്നെ നിങ്ങൾ പറയേണ്ട കുറച്ച് വാക്യങ്ങൾ. ഏറ്റവും ആദ്യമായിട്ട് നമ്മളോട് തന്നെ പറയേണ്ട ഒരു സെൻറ്റൻസ് ആണ് ഐ ആം ദ ബെസ്റ്റ്. ഐ ആം ദ ബെസ്റ്റ്. അതായത് ഈ ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാളും ഏറ്റവും നല്ലത് ഞാനാണ്. ഓക്കെ, അപ്പൊ ദ ബെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, എപ്പോഴും ബെസ്റ്റിന്റെ മുമ്പിൽ ദ ബെസ്റ്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഏറ്റവും നല്ലത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ദ ബെസ്റ്റ് എന്ന പ്രയോഗം പഠിക്കാം. ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യു. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ തന്നെ ഏറ്റവും നല്ല ഒരു പതിപ്പാകുക. ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യു. ഡു ഓൾ ഫോർ ദ ബെസ്റ്റ്. ഡു ഓൾ ഫോർ ദ ബെസ്റ്റ്. എല്ലാം നല്ലതിനായി ചെയ്യുക. റിമെമ്പർ ദ ബെസ്റ്റ് ഡേയ്സ്. നല്ല ദിനങ്ങളെ ഓർക്കുക, ഏറ്റവും നല്ല ദിനങ്ങളെ ഓർക്കുക. റിമെമ്പർ ദ ബെസ്റ്റ് ഡേയ്സ്. സീ ദ ബെസ്റ്റ് സൈഡ് ഓഫ് ലൈഫ്. സീ ദ ബെസ്റ്റ് സൈഡ് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ ഏറ്റവും നല്ല വശം കാണുക. വിഷ് എവ്രി വൺ ദ ബെസ്റ്റ്. വിഷ് എവ്രി വൺ ദ ബെസ്റ്റ്. മറ്റുള്ളവർക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ആശംസിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുക. രണ്ടാമത്തെ ഒരു മോട്ടിവേറ്റിംഗ് സെന്റൻസ് ആണ് ഐ ക്യാൻ ഡു എനിത്തിങ്. ഐ ക്യാൻ ഡു എനിത്തിങ്. എനിക്ക് എന്തും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എനിത്തിങ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് സെന്റൻസുകളിൽ ഉപയോഗിച്ച് നോക്കാം. ഡു എനിത്തിങ് യു വാണ്ട്. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഡു എനിത്തിങ് യു വാണ്ട്. ദേ ക്യാൻ ഡു ഹാർഡ്ലി എനിത്തിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നാണ്. ദേ ക്യാൻ ഡു ഹാർഡ്ലി എനിത്തിങ്. അതായത് ഹാർഡ്ലി എന്ന പദം ഇവിടെ നെഗറ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദേ ക്യാൻ ഡു എനിത്തിങ് എന്ന് വെച്ചാൽ അവർക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ്. അപ്പൊ ദേ ക്യാൻ ഡു ഹാർഡ്ലി എനിത്തിങ് എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഐ വിൽ ഗെറ്റ് ഫോർ യു എനിത്തിങ് അണ്ടർ ദ സൺ. ഐ വിൽ ഗെറ്റ് ഫോർ യു എനിത്തിങ് അണ്ടർ ദ സൺ. അതായത് ഈ സൂര്യന് കീഴെയുള്ള എന്തും ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്ന് തരും. ഐ ക്യാൻ ഗെറ്റ് ഫോർ യു എനിത്തിങ് അണ്ടർ ദി സൺ. ആസ്ക് ഫോർ എനിത്തിങ് യു വാണ്ട്. ആസ്ക് ഫോർ എനിത്തിങ് യു വാണ്ട്. നിനക്ക് എന്തും ചോദിക്കാം, അല്ലെ? നിനക്ക് എന്തും ചോദിക്കാം. ആസ്ക് ഫോർ എനിത്തിങ് യു വാണ്ട്. അടുത്ത മൂന്നാമത്തെ മോട്ടിവേറ്റിംഗ് സെന്റൻസ് ആണ് മൈ ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ്. മൈ ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ്. അതായത് എൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നല്ല പ്രകാശം നിറഞ്ഞതാണ്. അതായത് ഹോപ്പ്ഫുൾ ആയിട്ടുള്ള, അതായത് എനിക്ക് പ്രത്യാശ പകരുന്ന ഒരു ഭാവിയാണ് എനിക്കുള്ളത് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ബ്രൈറ്റ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നോക്കാം. ഹെർ ഐ ഈസ് ബ്രൈറ്റ് ആസ് എ ഡയമണ്ട്. ഹെർ ഐ ഈസ് ബ്രൈറ്റ് ആസ് എ ഡയമണ്ട്. അതായത് അവളുടെ കണ്ണെന്ന് പറഞ്ഞ വജ്രം പോലെ പ്രകാശമുള്ളതാണ് എന്നാണ്. അവളുടെ കണ്ണ് വജ്രം പോലെ പ്രകാശമുള്ളതാണ്. ലുക്ക് അറ്റ് ദ ബ്രൈറ്റ് സൈഡ് ഓഫ് ദാറ്റ് ഇഷ്യൂ. ലുക്ക് അറ്റ് ദ ബ്രൈറ്റ് സൈഡ് ഓഫ് ദാറ്റ് ഇഷ്യൂ. ആ പ്രശ്നത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇഷ്യൂവിന്റെ ബ്രൈറ്റ് സൈഡ്, പോസിറ്റീവ് സൈഡ്, പ്രകാശമുള്ള സൈഡ് നീ നോക്കണം. അതാണ് ലുക്ക് അറ്റ് ദ ബ്രൈറ്റ് സൈഡ് ഓഫ് ദാറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാല്. അതായത് ആ ഒരു സൈഡ്, അതിന് 2 വശങ്ങളുണ്ട്, ഗുഡ് സൈഡ് ആൻഡ് ബാഡ് സൈഡ്. ആ ഗുഡ് സൈഡിനെയാണ് നമ്മൾ ബ്രൈറ്റ് സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാം സീ ദ ബ്രൈറ്റ് സ്പോട്ട് ഇൻ എവറിത്തിങ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്രൈറ്റ് സ്പോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ശുഭാപ്തി വിശ്വാസിയാകുക എന്നാണ്. ബ്രൈറ്റ് സ്പോട്ട് കാണുക എന്ന് പറയുമ്പോൾ ദോഷൈക ദൃക്കാകാതെ എപ്പോഴും നല്ലത് മാത്രം കാണുന്ന, പോസിറ്റീവ്സ് മാത്രം കാണുന്ന ആളാകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സീ ദ ബ്രൈറ്റ് സ്പോട്ട് ഇൻ എവറിത്തിങ്. ഹി ഈസ് എ ബ്രൈറ്റ് ഐഡ് ആൻഡ് എ ബുഷി ടെയിൽഡ് യങ് മാൻ. ഹി ഈസ് എ ബ്രൈറ്റ് ഐഡ് ആൻഡ് എ ബുഷി ടെയിൽഡ് യങ് മാൻ എന്ന് വെച്ചാൽ ഹി ഈസ് വെരി എനർജറ്റിക്. അവൻ ഭയങ്കര എനർജറ്റിക് ആണെന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ നല്ല ഐഡിയ ആണെന്നൊക്കെ ഉള്ളതിന് നമുക്ക് നല്ല മറ്റുള്ളവർക്കൊക്കെ നല്ല വെളിച്ചം പകരുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ഒരു ഐഡിയ ആണെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും?
ദാറ്റ്സ് എ ബ്രൈറ്റ് ഐഡിയ. ദാറ്റ്സ് എ ബ്രൈറ്റ് ഐഡിയ. നാലാമത്തെ ഒരു മോട്ടിവേറ്റിംഗ് സെന്റൻസ് ആണ് ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ഈച്ച് ഡേ. ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ഈച്ച് ഡേ. അതായത് ഓരോ ദിവസവും ഞാൻ നന്നായി വരികയാണ്, നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളോട് തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, അഫർമേഷൻ നടത്തേണ്ട ഒരു കാര്യമാണ്. ഞാൻ എല്ലാ ദിവസവും നന്നായി വരികയാണ്, പുറകോട്ടല്ല മുമ്പോട്ടാണ് എന്ന് കാണിക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ബെറ്റർ ഈച്ച് ഡേ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം എടുത്തിട്ട് അതിന്റെ സെന്റൻസുകൾ നമുക്ക് നോക്കാം. കീപ് പ്രാക്ടീസിങ്, യു വിൽ ഗെറ്റ് ബെറ്റർ ഈച്ച് ഡേ. കീപ് പ്രാക്ടീസിങ്, യു വിൽ ഗെറ്റ് ബെറ്റർ ഈച്ച് ഡേ. അതായത് നീ പ്രാക്ടീസ് തുടർന്നുകൊണ്ടിരിക്കുക. പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നീ ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും. ഓക്കെ, ഡോണ്ട് ഗീവ് അപ്പ്, ഇറ്റ് ഗെറ്റ്സ് ബെറ്റർ ഈച്ച് ഡേ. ഡോണ്ട് ഗീവ് അപ്പ്, അതായത് നീ ഉപേക്ഷ വിചാരിക്കരുത്, ഇത് ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡോണ്ട് ഗീവ് അപ്പ്. ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷ വിചാരിക്കുക, ഉപേക്ഷിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഐ ആം ട്രൈങ് ടു ബി ബെറ്റർ ഈച്ച് ഡേ. ഐ ആം ട്രൈങ് ടു ബി ബെറ്റർ ഈച്ച് ഡേ. ഞാൻ ഓരോ ദിവസവും നല്ലതായി തീരാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ആം ലേണിംഗ് ടു മാനേജ് മൈ ടൈം ബെറ്റർ ഈച്ച് ഡേ. ഐ ആം ലേണിംഗ് ടു മാനേജ് മൈ ടൈം. എൻ്റെ സമയം എങ്ങനെ ചെലവഴിക്കണമെന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. പഠിത്തം ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് നടത്തുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ ഓരോ ദിവസവും അത് ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ദിവസവും ഞാൻ ലേൺ ചെയ്ത് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ ഈച്ച് ഡേ. മൈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ ഈച്ച് ഡേ. എൻ്റെ ഇംഗ്ലീഷ് സംസാരം ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു മോട്ടിവേറ്റിംഗ് സെന്റൻസ് നമ്മളോട് പറയേണ്ടതാണ് ഐ വിൽ വർക്ക് ഹാർഡ്. ഐ വിൽ വർക്ക് ഹാർഡ്. ഐ വിൽ വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കഠിന പ്രയത്നം നടത്തും, ഞാൻ കഠിനമായിട്ട് പ്രയത്നിക്കും, വർക്ക് ചെയ്യും എന്നാണ്. അപ്പൊ ആ വർക്ക് ഹാർഡ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. യു കീപ് വർക്കിംഗ് ഹാർഡ്. അതായത് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്, കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് കണ്ടിന്യൂ ചെയ്യുക എന്നാണ് യു കീപ് വർക്കിംഗ് ഹാർഡ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. വർക്ക് ഹാർഡ് ആൻഡ് യു വിൽ സക്സീഡ്. വർക്ക് ഹാർഡ് ആൻഡ് യു വിൽ സക്സീഡ്. അതായത് നീ പ്രയത്നിക്കൂ, കഠിനമായി പ്രയത്നിക്കൂ, നീ വിജയിക്കും. നീ കഠിനമായി പ്രയത്നിക്കൂ, അവിടെ നീ വിജയിക്കും. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ അച്ചീവ് യുവർ ഡ്രീംസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ അച്ചീവ് യുവർ ഡ്രീംസ്. അതായത് നീ കഠിനമായി പ്രയത്നിക്കുകയാണെങ്കിൽ നിന്റെ സ്വപ്നങ്ങൾ നിനക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. വർക്ക് ഹാർഡ് പേസ് ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് ഹാർഡ് പേസ് ഓഫ് എന്ന് പറഞ്ഞാൽ കഠിന പ്രയത്നത്തിന് ഒരിക്കലും പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല, അതിന് തീർച്ചയായും പ്രതിഫലം ലഭിക്കും എന്നാണ് വർക്ക് ഹാർഡ് പേസ് ഓഫ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. കീപ്പ് അപ്പ് ദ ഹാർഡ് വർക്ക്. അപ്പൊ നമ്മൾ പറയില്ലേ കീപ്പ് ഇറ്റ് അപ്പ്, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറയില്ലേ, അതുപോലെ കീപ്പ് അപ്പ് ദ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഹാർഡ് വർക്ക് ഇനിയും നീ തുടർന്നുകൊണ്ട് പോകുക എന്നാണ് അർത്ഥം. കീപ്പ് അപ്പ് ദ ഹാർഡ് വർക്ക്. അടുത്ത ഒരു അഫർമേറ്റീവ് സെന്റൻസ് നമ്മളോട് പറയേണ്ട ഒരു മോട്ടിവേറ്റിംഗ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ നോ എക്സ്ക്യൂസസ്. ഒരു കാര്യത്തിലും എക്സ്ക്യൂസുകൾ കണ്ടെത്താൻ പോകരുത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും അതിന് എക്സ്ക്യൂസുകൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. നോ എക്സ്ക്യൂസസ്. എക്സ്ക്യൂസ് വെച്ചുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എക്സ്ക്യൂസസ്. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എക്സ്ക്യൂസസ്. അതായത് എനിക്ക് എക്സ്ക്യൂസുകളിൽ താല്പര്യമില്ല. Let us focus on solutions, not excuses. Let us focus on solutions and not excuses. അതായത് നമ്മൾ എപ്പോഴും പരിഹാരങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നമ്മുടെ ശ്രദ്ധ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിലായിരിക്കണം. അതാണ് ഫോക്കസ് ഓൺ സൊല്യൂഷൻസ്, നോട്ട് ഓൺ എക്സ്ക്യൂസസ്. നമ്മൾ അതിന് ഒഴിവൊഴിവ് പറഞ്ഞ് മാറ്റിക്കൊണ്ടു പോകാതെ അതിന്റെ പരിഹാരം കണ്ടെത്തുന്നതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. എങ്കിലും നമ്മളോട് എക്സ്ക്യൂസസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പറയും ഡോണ്ട് ഗീവ് മീ എക്സ്ക്യൂസസ്. ഡോണ്ട് ഗീവ് മീ എക്സ്ക്യൂസസ്. എക്സ്ക്യൂസസുകളൊന്നും പറയണ്ട എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ വേറൊരു പ്രയോഗമായിട്ട് നമുക്ക് പറയാം സ്പെയർ മീ ദ എക്സ്ക്യൂസസ്. സ്പെയർ മീ ദ എക്സ്ക്യൂസസ്. അതായത് എൻ്റെ അടുത്ത് വരുമ്പോഴേക്കും നീ എക്സ്ക്യൂസസ് എല്ലാം മാറ്റിവെക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ എഴുതി വെക്കേണ്ട ഒരു വാക്യമാണ് എക്സ്ക്യൂസസ് ആർ അൺഅക്സെപ്റ്റബിൾ. എക്സ്ക്യൂസസ് ആർ അൺഅക്സെപ്റ്റബിൾ. അക്സെപ്റ്റബിൾ എന്ന് പറയുന്നത് സ്വീകാര്യമായിട്ടുള്ളത് നമുക്ക് പറയാം അല്ലെ. അക്സെപ്റ്റബിൾ എന്നൊക്കെ പറയുമ്പോഴേക്കും സ്വീകാര്യമല്ല,
അല്ലേ? അപ്പോൾ എക്സ്ക്യൂസസ് ആർ നോട്ട് അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ എക്സ്ക്യൂസസ് ആർ അൺഅക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസസ് സ്വീകാര്യമല്ല എന്നാണ് അർത്ഥം. നമുക്കിനി അടുത്തൊരു മോട്ടിവേറ്റിംഗ് സെന്റൻസ് നോക്കാം. ഐ വാസ് ബോൺ ടു ഡു ഗ്രേറ്റ് തിങ്സ്. ഐ വാസ് ബോൺ ടു ഡു ഗ്രേറ്റ് തിങ്സ്. ഞാൻ മഹാകാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ജനിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ജനിച്ചതാണ് എന്ന് കരുതുമ്പോഴേക്കും നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നും. നമ്മൾ ഒരു ഗ്രേറ്റ് ആണെന്നുള്ളൊരു ചിന്താഗതി നമ്മളിൽ തന്നെ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഐ വാസ് ബോൺ ടു ഡു ഗ്രേറ്റ് തിങ്സ്. അപ്പോൾ ഗ്രേറ്റ് തിങ്സ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. ഗ്രേറ്റ് തിങ്സ് ഹാപ്പൻ ടു ദോസ് ഹു വെയിറ്റ്. ഗ്രേറ്റ് തിങ്സ് ഹാപ്പൻ ടു ദോസ് ഹു വെയിറ്റ്. കാത്തിരിക്കുന്നവർക്കാണ്, അതായത് ക്ഷമാപൂർവം കാത്തിരിക്കുന്നവർക്കാണ്, അവരുടെ ജീവിതത്തിലാണ് വലിയ മഹാകാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഗ്രേറ്റ് തിങ്സ് കം ഇൻ സ്മോൾ പാക്കേജസ്. ഗ്രേറ്റ് തിങ്സ് കം ഇൻ സ്മോൾ പാക്കേജസ്. എന്താണ്? വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് പെട്ടെന്നല്ല, പതുക്കെ പതുക്കെ ചെറിയ ചെറിയ പാക്കേജസ് ആയിട്ട്, ചെറിയ ചെറിയ സംഭവങ്ങളായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ള മോട്ടിവേറ്റിംഗ് സെന്റൻസുകളും അതിലെ വാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെന്റൻസുകൾ. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുക്കുക. അത് നിങ്ങളെ കൂടുതലായി മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് നയിക്കട്ടെ. അതുപോലെ ഇംഗ്ലീഷ് നന്നായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പം ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.